ഹായ് സ്നേഹിതരെ, ഇത് ഹത്തിക്കുവ മാർക്കറ്റാണ്. സൂക്ക് എന്ന് വിളിക്കും. ടെല്ലവീവ് കത്തുന്നു എന്നാണല്ലോ പറയുന്നത്. ആ കത്തുന്നതാണ് ഈ കാണുന്നത്. ടെല്ലവീവ് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഞാൻ ഉൾപ്പെടെ ധാരാളം മലയാളികൾ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. കുറച്ച് മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 7:30 വരെ നീളുന്ന കച്ചവടമാണ് ഇവിടെ. വെള്ളിയാഴ്ച ശബാത്ത് തുടങ്ങുന്നത് കാരണമാണ് അവിടെ 4 മണിക്ക് ക്ലോസ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റും. പഴങ്ങൾ, പച്ചക്കറികൾ, സ്ട്രീറ്റ് ഫുഡുകൾ, പാത്രങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങൾ, എന്തിനേറെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ വരെ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഇന്ത്യൻ മസാലകളും അരിയും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. ഇത് പിണറായി സഖാവിൻ്റെ തെമ്മാടി രാഷ്ട്രമല്ല, പൗരസ്നേഹികളായ ഇസ്രായേലികളുടെ നാടാണ്. സംഭാവന യാചിച്ചു വാങ്ങി ആ ഫണ്ട് അടിച്ചു മാറ്റി പാവങ്ങളെ പറ്റിക്കുന്ന സഖാവിൻ്റെ നാടല്ല, യഥാർത്ഥ ഇരട്ടച്ചങ്കന്മാരുടെ നാട്. സ്വന്തം ഭരണ നേതൃത്വത്തിൽ സ്വർണം കടത്തുന്നവരല്ല, മറിച്ച് സ്വന്തം പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർ, അതിനായി ഏതറ്റം വരെയും പോരാടുന്നവർ. 4 വോട്ടിന് വേണ്ടി തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്ന കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും നാടല്ല, ഏതറ്റം വരെയും തീവ്രവാദത്തെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവരുടെ സ്വന്തം നാട്. സ്വന്തം ജനങ്ങളെ ദാരിദ്ര്യം കാരണം അന്യനാട്ടിൽ തള്ളിവിടുന്നവരല്ല, മറിച്ച് പിണറായിയുടെ നാട്ടിലുള്ളവരെ വരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഭക്ഷണവും കൈനിറയെ ശമ്പളം കൊടുക്കുന്നവരുടെ നാട്. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമല്ല, തീവ്രവാദികൾക്കെതിരെ പോരാടുന്ന എൻ്റെ ഇന്ത്യ എന്ന മഹാരാജ്യത്തോടൊപ്പം കൂട്ടായി നിൽക്കുന്ന, ചങ്കായി നിൽക്കുന്ന ഇസ്രായേൽ എന്ന മഹാശക്തന്മാരുടെ നാട്, ഞങ്ങളുടെ ഇസ്രായേൽ. പഹൽഗാമിൽ തുണിപ്പൊക്കി മതം നോക്കി പാവങ്ങളെ കൊന്നു തള്ളിയപ്പോൾ നിൻ്റെയൊക്കെ നാവ് തേങ്ങ പറിക്കാൻ പോയോ? 2023 ഒക്ടോബർ 7 ഇറാൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊലപ്പെടുത്തിയപ്പോൾ നിൻ്റെയൊക്കെ നാവ് എവിടെ പോയി? സ്ത്രീകളെ ബലാത്സംഗം ചെയ്തപ്പോൾ നിൻ്റെയൊക്കെ നാവ് എവിടെ പോയി? ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച് നിൻ്റെയൊക്കെ നാവ് എന്തേ പൊങ്ങാത്തത്? സ്വന്തം ജനങ്ങളെ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം പോരാടിയപ്പോൾ നിൻ്റെയൊക്കെ നാവ് പാലസ്തീനു വേണ്ടി പൊന്തി. എന്തേ കാരണം? ഇസ്ലാമിസ്റ്റുകൾക്കുള്ള അതേ ജൂതവിരോധം. ഇസ്ലാം എന്നാൽ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് എന്നാൽ ഇസ്ലാമാണ്. ഒരു ദേശീയ പാർട്ടിക്ക് വേണ്ട യോഗ്യത പോലും ഇല്ലാത്ത നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റൊരു രാഷ്ട്രത്തെക്കുറിച്ച് പറയാൻ? കേരളത്തിലെ സ്വന്തം ജനങ്ങളോട് കാണിക്കുന്ന തെമ്മാടിത്തരം അവസാനിച്ചിട്ട് പോരെ? ജനാധിപത്യ ബോധമുള്ള, സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്ന ഇസ്രായേൽ എന്ന മഹാശക്തരായ പോരാളികളുള്ള ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് പറയാൻ? വോട്ട് രാഷ്ട്രീയം സ്വന്തം മണ്ണിൽ മതി. ഇസ്രായേലിനെ തൊട്ട് കളിക്കേണ്ട. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ തൊട്ട് കളിക്കേണ്ട. ഇത് പിണറായി സഖാവിൻ്റെ തെമ്മാടി രാഷ്ട്രമല്ല, മറിച്ച് ആണത്വമുള്ളവരുടെ, മികച്ച ബുദ്ധിയുള്ളവരുടെ, പോരാളികളുടെ രാഷ്ട്രമാണ്. ഇത് ഇന്ത്യയുടെ ശത്രുവായ, പക്ഷേ നിങ്ങളുടെ ചങ്കിലെ ചൈനയല്ല, മറിച്ച് ഇന്ത്യയുടെ മിത്രമായ ചങ്കിലെ ഇസ്രായേലാണ്. ഓർമ്മയിരിക്കട്ടെ.